ശക്തമായ മഴയിൽ കോഴിക്കോട് വൻ നാശനഷ്ടം. നാദാപുരത്തെ കടകളിലും ഭൂമി വാതുക്കൽ താഴേങ്ങാടിയിലെ 5ഓളം കടകളിലും വെള്ളം കയറി. തിരുവമ്പാടിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. സംഭവത്തിൽ പരിക്കേൽക്കാതെ വീട്ടുകാർ രക്ഷപ്പെട്ടു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ശക്തമായ മഴയിൽ കോഴിക്കോട് വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, ഇന്ന് രാവിലെ മുതൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും മഴ തോർന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. പുഴകളും അതുപോലെ തന്നെ തോടുകളും ഒക്കെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. നാദാപുരത്ത് 5ഓളം കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ കടകളിൽ ഉണ്ടായിരുന്ന പലചരക്ക് സാധനങ്ങളും അതുപോലെ തന്നെ തുണിത്തരങ്ങളും ഒക്കെ തന്നെ നശിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പലചരക്ക് കടക്കാർക്കും ആ കടകളിലുള്ള ആളുകൾക്കും ഒക്കെ തന്നെ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കുറ്റ്യാടി ചുരത്തിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കുറ്റ്യാടി ചുരത്തിൽ നേരിയ രീതിയിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ആ പ്രദേശത്തെ ആളുകൾ ആ വഴിയുള്ള വാഹന ഗതാഗതമൊക്കെ തന്നെ തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചെറിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലായിരുന്നു കുറ്റ്യാടി ചുരത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വിലങ്ങാട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. കാരണം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണ്. ഇതിനോടകം തന്നെ 50-ലധികം ആളുകൾ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഈ പ്രദേശത്തുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. നിലവിൽ കോഴിക്കോട് ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിശക്തമായ മഴ രാവിലെ മുതൽ തന്നെ ഉണ്ട്. പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും ചാലിയാറ് അതുപോലെ തന്നെ കല്ലായിപ്പുഴ ഒക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ രീതിയിൽ മഴ ഇന്ന് രാത്രി കൂടി തോരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ പലയിടങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകും. നഗരത്തിലെ പല പ്രദേശങ്ങളിലും ഇതിനോടൊപ്പം തന്നെ റോഡിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ മഴ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ വലിയ വെള്ളപ്പൊക്ക സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.